ഹായ് ഗൈസ്, ഞാൻ ബദ്ലേഹം കുടുംബമായിട്ട് കണ്ടു വന്നു. ആ ഫീലിങ്ങനെ മനസ്സ് നിറഞ്ഞ് വിളമ്പിയിട്ടാണ് ഞാൻ മുമ്പിലായിരുന്നത്. ഔട്ട്ഫിറ്റ് പോലും മാറിയിട്ടില്ല, ഫ്രഷ് ആയിട്ടില്ല, റെസ്റ്റ് പോലും എടുത്തിട്ടില്ല. കാരണം ഇനി ഞാൻ ലേറ്റ് ആയാൽ ചിലപ്പോൾ ഞാൻ ഉണ്ടായ ഫ്രഷ് ഫീലിംഗ് ഉണ്ടല്ലോ ചിലപ്പോൾ പോയി വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. നമുക്കതിങ്ങനെ പറയണം. ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് വേറെ വ്യൂ പോയിന്റ് ഉണ്ടാവും, വ്യൂ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു സാധനം, ടു ബി ഫ്രാങ്ക്, 2.5 വർഷം മുന്നേ പ്രേമലു ഇറങ്ങിയപ്പം എനിക്ക് ആ ഒരു മൂവി നിന്ന് സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്, ഒരു ഒരു ഫീൽ ഉണ്ട്. ആ സാധനം എനിക്ക് ഇന്നേ വരെ ബാക്കി മൂവിയിൽ ഒന്നിലും കിട്ടിയിട്ടില്ല. അത് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഈ മൂവി ഉണ്ടല്ലോ, കറക്റ്റ് റിപ്പീറ്റ് വാച്ച് ആണ്. ഇത് ഫീൽ ഗുഡിന്റെ അപ്പൻ അപ്പൂപ്പൻ എന്നെല്ലാം വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്രക്കും ഒറ്റക്ക് പോയാൽ പോലും നമുക്ക് ബോറടിക്കില്ല. അത്രക്കും ചിരിക്കാനുണ്ട്. ഇപ്പൊ അടിക്കുന്ന ഓരോ ചളിക്കും ഓരോ കോമഡി വർക്കാവുന്നുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്. കാരണം നമ്മൾ വേറെ മൂവീസ് എടുത്തു നോക്കിയാലും ബാക്കി എന്നും കോമഡിന്റെ കാര്യത്തിൽ ഹ്യൂമറിന്റെ അകത്ത് വരുമ്പം അധികം ചിലവരെ ഹ്യൂമർ ആ ഡയലോഗ് വർക്ക് ആവണമെന്നല്ല എല്ലാവർക്കും. പക്ഷെ ഇതല്ല, ഈച്ച് ആൻഡ് എവറിങ് വാസ് വർക്കിംഗ്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ എനർജി ഒന്നും ഇല്ലാണ്ട് എന്താ ശോഷി സംസാരിക്കുന്ന പോലെ തോന്നിയേക്കാം. തോന്നലല്ല, ശരിക്കും അതാണ്. കാരണം എനിക്ക് കഴിയുന്നില്ല, ഇങ്ങനെ വയ്യാണ്ട് കിടക്കും. എന്നിട്ട് പോലും ഞാൻ റെസ്റ്റ് എടുക്കാണ്ട് പുറത്ത് പോയി വന്നവിടെ ഇങ്ങനെ റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. എനിക്ക് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ് പോലും എടുക്കാണ്ട് വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എനിക്ക് ആക്ച്വലി മുൻകൂട്ടി എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഈ മൂവിനെ കുറിച്ച്. ഇറ്റ് വിൽ മീറ്റ് സെയിം ആസ് പ്രേമലു. കാരണം പ്രേമലു ഗിരീഷ് ഷെഡിന്റെ ഫിലിമാണ് ആൻഡ് ബത്ലഹേം കുടുംബ യൂണിറ്റ് ഗിരീഷ് ഷെഡിന്റെ ഫിലിമാണ്. എനിക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം മേജർ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസിന്റെയും പടം ഒരുമിച്ചാണ് ഈ ഓണത്തിന് ഇറങ്ങുന്നത്. ലൈക് ഖലീഫ, ദ ഗെയിം, വിശ്വനാഥ് ആൻഡ് സൺസ്, സൂര്യന്റെ പടം. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ എനിക്ക് പേടിയും മീൻസ് ഒരു എക്സ്പെക്ടേഷൻസ് കമ്മി ഉണ്ടായിരുന്നു. നിവിൻ പോളിന്റെ പടം ഇനി ഫ്ലോപ്പ് ആവുമോ, ഈ പടങ്ങളെല്ലാം സൈഡിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇനി ഫ്ലോപ്പ് ആയി പോയാലോ എന്നൊരു പേടി ഉണ്ടായി. ബട്ട് ടു ബി ഫ്രാങ്ക്, എനിക്ക് ബാക്കി മൂവീസ് ഒന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഫൈറ്റ് സീൻസും ഇതെല്ലാം കാണാൻ ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി കാണണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്നേരം നിവിൻ പോളിന്റെ മൂവിനെ കുറിച്ച് ഞാൻ കേട്ടപ്പോ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്തോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഓരോ ടൈറ്റിൽ ട്രാക്ക് ഇറങ്ങിയപ്പോൾ പോലും എനിക്ക് ആ പ്രേമലുവില് കിട്ടിയ ഒരു സാധനമില്ലേ, ആ ഫീൽ എവിടൊക്കെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഈ മൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആക്ച്വലി ഇത് തുടങ്ങുന്നത് ഒരു ഓം ശാന്തി ഓശാന വൈബിലാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഓം ശാന്തി ഓശാനയില് നമ്മൾ പ്രേമലു കുറച്ചിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് പ്രേമലു വരും. അതിന്റെ ഇടക്ക് കുറച്ച് പ്രേമ മൂവിന്റെ മസാലയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആക്കി വെച്ച ഇത് എല്ലാത്തിനും ഒരു മിക്സ്ചർ, ആ ഒരു ഫീല് നമുക്ക് കിട്ടും. എനിക്ക് പ്രേമലു മാത്രമല്ല ഓം ശാന്തി ഓശാനയെല്ലാം തന്ന ഒരു ഫീൽ ഉണ്ട്. ആ സാധനം എനിക്ക് തിരിച്ചു കിട്ടി. ആൻഡ് നമ്മളെപ്പം ഓരോ നിവിൻ പോളിയുടെ മൂവി കാണാൻ പോകുമ്പോൾ പുതിയത് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകും, ഒരു കംബാക്ക് ഉണ്ടായിരുന്നു. പഴയ റൊമാൻറ്റിക് ഹീറോ നിവിൻ പോളിന്റെ ഒരു സ്റ്റൈലുണ്ട്, ഒരു സാധനമുണ്ട്. ആ ഒരു സ്ട്രോങ് സാധനം അയാൾക്കേ ഇടാൻ കഴിയും. തിരിച്ച് വന്നിരുന്നെങ്കിൽ ഇനിയും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പണ്ടുണ്ടായ സാധനം നിവിൻ പോളിൻ്റെത്, അത് അയാൾ ട്രാക്ക് മാറ്റി ഇപ്പൊ വേറൊരു സ്റ്റൈലിലാണ് പോകുന്നത്. പക്ഷെ ഈ മൂവിയിൽ പണ്ടത്തെ നമ്മൾ റൊമാൻറ്റിക് ഹീറോ ആയ ഒരു ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ ഓംശാന്തി ഓശാനയിലെ ഗിരിയേട്ടൻ വൈബ്സ് എനിക്ക് ഇതിന് കിട്ടി. ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളിന്റെ ഫാൻ ആവുന്നുണ്ട്. എന്റെ ചൈൽഡ്ഹുഡ് ക്രഷാണ്. അപ്പൊ ക്രഷ് അടിച്ചത് എത്താന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഓംശാന്തി ഓശാന കണ്ട സമയത്തായിരുന്നു. ആ ഒരു ഫീൽ എനിക്ക് പിന്നെ ഇപ്പത്തെ മൂവീസ് ആണെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല നിവിൻ പോളിന്റെ. പക്ഷെ ഇന്ന് പോയപ്പോ ഞാൻ ഇങ്ങനെ മാറി നോക്കുക. കാരണം എനിക്ക് ആ ഗിരിയേട്ടന്റെ വൈബ്സ് കിട്ടി ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മളെ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിന്റെ കുട്ടാട്ടന്റെ നാണം, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്താ ഇപ്പൊ പറയൂ, അത്രയും മനസ്സ് നിറഞ്ഞു പോകും. അതിനെ കുറച്ച് സന്തോഷം ചേർന്ന് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി. ചിരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. സത്യം പറയുമ്പം BKU, ബെത്ലഹേം കുടുംബ യൂണിറ്റ് ശരിക്കും ഈ ഓണം ആ മൂവി തൂക്കി. ഫോർ മീ ആ മൂവി തന്നെയാണ് ബെസ്റ്റ്. ബാക്കി ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാനും വലിയ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എനിക്ക് ഓം ശാന്തി ഓശാനിയും പ്രേമലു തന്നൊരു ഫീൽ ഉണ്ട്. മീൻസ് ഈ റിപ്പീറ്റ് വാച്ച് നമുക്ക് എത്ര കണ്ടാലും മടുക്കൂല എന്നുള്ളത്. റിപ്പീറ്റ് ആയിട്ട് അങ്ങനത്തെ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് വരുന്നതാണ് പ്രേമലു ആൻഡ് ഓം ശാന്തി ഓശാനി. ആൻഡ്
ഈ മൂവി കണ്ടപ്പോ ഇത് തീർന്നപ്പോ എനിക്ക് ഇങ്ങനെയായിരുന്നു, എന്തിന് തീർന്ന് 2.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു ഈ മൂവി. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ അലിഞ്ഞു പോയി, ഇങ്ങനെ കണ്ടങ്ങനെ ഇരുന്നു പോയി. എനിക്ക് എന്തോ ഇത് ഇനി റിപ്പീറ്റ് അടിച്ച് കാണാൻ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, OTT വന്നാൽ പിന്നെ പറയാ വേണ്ട മോനെ, ഞാൻ ഇത് എന്തായാലും റെമലുവിനെ പോലെ തന്നെ 10ലധികം പ്രാവശ്യം കാണും. കാരണം ഇത് കണ്ടിട്ട് എനിക്ക് മടുക്കുന്നില്ല, വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പോ. ഇതിന്റെ കാസ്റ്റിന്റെ കാര്യം പറയാമെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരെല്ലാം മെജോറിറ്റി നമ്മളെ പ്രേമലുവിലുണ്ടായ ആൾക്കാരും നിവിൻ പോളിന്റെ ആ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന അധികവും ക്യാരക്ടേഴ്സ് പ്രേമ മൂവിയിലായിരുന്നു. അപ്പൊ നമുക്ക് അവരുമായിട്ടൊരു ആ ഒരു കണക്ഷൻ ഓൾറെഡി ഉണ്ട്. ആ ഒരു മൂവീസ് നമുക്ക് വീണ്ടും അതിന്റെ ഒരു ന്യൂ വേർഷൻ മിക്സപ്പ് ചെയ്തിട്ട് കാണാൻ പറ്റിയ ഒരു ഫീലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സ്റ്റാഫ് കണ്ടപ്പോ കറക്റ്റ് നസ്രിയന്റെ സ്ഥാനത്ത് മമിത ബൈജു ആണെന്ന് മാത്രമേ ഉള്ളൂ. ഗിരിയേട്ടനും നമ്മളെ പൂജയും ഉണ്ടായ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അത് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് മൊത്തം. ശരിക്കുമല്ലേ, OG കംബാക്ക് എന്ന് പറയുന്നത് ഈ മൂവി ആയിരുന്നു. സർവമായാലും പോലും എനിക്ക് ഇത്രയും ആ പഴയ നിവിന്റെ ഫീല് കിട്ടിയില്ല. ഇത് കണ്ടപ്പോ എനിക്കത് കിട്ടി. ഞാനിങ്ങനെ ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ആ സാധനമില്ലേ നമ്മളെ നിവിന്റെ, നിവിൻ ചേട്ടൻ ഇങ്ങനെ സ്ക്രീനിൽ വരുമ്പോ ചുറ്റും കാണാൻ പറ്റുന്നില്ല എന്റെ സാറേ, ഒരു സാധനമായിരുന്നു എനിക്കുണ്ടായിരുന്നെ. ഫ്ലഷ് അടിച്ച് ചാവുമായിരുന്നു സത്യം പറയാലോ നിവിനേട്ടൻ. ഈ സാധനം ഇനി മെയിൻറ്റെയിൻ ചെയ്തു പോ പ്ലീസ്. ഇത് കളഞ്ഞ് പഴയ പോലെ മറ്റേ ട്രാക്കിലോട്ട് മാറരുത്. ഇതാ പണ്ടത്തെ നമ്മളെ റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള നിവിൻ പോളിയാണ്. ആ സാധനം ഇനി ഈ മൂവിയിൽ കിട്ടി, ഇനി അതന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോണം പ്ലീസ്. കാണണം, മനസ്സിന് നല്ല കുളിർവി സന്തോഷം മാത്രമേ വരുള്ളൂ ഈ മൂവി. ഒന്ന് ഇമോഷണലായി വരുമ്പോഴേക്കുണ്ടാവും അടുത്ത കോമഡി അടിച്ച് നമ്മളെ ചിരിപ്പിക്കണം, നമ്മൾ കരയാനുള്ള അവസരമേ തന്നിട്ടില്ല. എന്തായാലും ഈ സിനിമ കണ്ട് നിങ്ങൾ ഓണം നല്ല ചിരിച്ച് നല്ല നല്ല മനസ്സുമായി സന്തോഷിച്ച് ആഘോഷിക്കുക. അത്ര എനിക്ക് പറയുള്ളൂ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും, എന്റെ മൂവി റിവ്യൂ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് പേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം കുറെ നാൾക്ക് ശേഷം ഒരു നല്ല മൂവി കാണാൻ പോയപ്പോൾ അത് റിവ്യൂ ഇടണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ കണ്ടെങ്കിൽ പ്ലീസ് കീപ് ആൻഡ് ഗോ അവേ പ്ലീസ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്റെ എല്ലാ മൂവി റിവ്യൂസും എടുത്ത് നോക്കിയാൽ എല്ലാം നല്ല റിവ്യൂസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താ നെഗറ്റീവ് ആയിട്ടൊന്നും പറയാത്ത ചിക്കിളി മേടിച്ചിട്ട് അവള് പറയുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ മോശം മൂവീസ് കാണലില്ല എന്നല്ല, കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അതിനൊന്നും റിവ്യൂ പറയലില്ല. നല്ല മൂവീസിന് മാത്രമേ ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുള്ളൂ. മോശം മൂവീസിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ എന്തിനാ അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത്? ഓൾറെഡി പൊട്ടിയ പടം അതിട്ട് ശരത്ത് കുത്തുന്ന പരിപാടി എന്തിനു ചെയ്യുന്നു? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. എനിക്ക് നല്ലത് തോന്നുന്ന പടത്തിനെ കുറിച്ച് ഞാൻ റിവ്യൂ പറയും. എനിക്ക് ഇഷ്ടമല്ല നെഗറ്റീവ് ആയിട്ട് തോന്നിയ പടങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ റിവ്യൂ ഒന്നും പറയലില്ല. അത് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ പടത്തിനെയും മറ്റേ സോപ്പിട്ട് സുഖിപ്പിച്ച് നല്ല റിവ്യൂ പറയാനോ അവരെ എനിക്ക് തരുന്നൊന്നുമില്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് ഞാൻ പറയത്തില്ല, ഞാൻ ഒന്നും പറയില്ല. ഐ ജസ്റ്റ് സ്കിപ്പ്.